ആശയപരമായ രാഷ്ട്രീയത്തിനു പകരം അക്രമ രാഷ്ട്രീയം നടത്തുന്നത് പിണറായിയുടെ ഒത്താശയോടെയാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. വടക്കുംപാട് മടത്തുംഭാഗം പ്രിയദർശിനി ക്ലബ്ബിനു നേരെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി ക്രിമിനലുകൾ ചെയ്ത നടപടിയാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡുകളിൽ മറ്റൊരു പാർട്ടി വിജയിക്കുമ്പോൾ അവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നത് CPMന് സ്ഥിരം ശൈലിയാണ്. മമ്പറത്ത് CPMന്റെ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു. ഇവിടെയും സമാനമായ രീതിയിൽ CPM ഷോപ്പിൽ കയറി പട്ടാപ്പകൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. കരിവള്ളൂരിലും കഴിഞ്ഞ ദിവസം CPM കോൺഗ്രസ് ഓഫീസിനു നേരെ അക്രമം അഴിച്ചുവിട്ടിരുന്നു. വങ്ങാട് പഞ്ചായത്ത്, പിണറായി ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും അക്രമം തുടരുകയാണ്. ഇതിന് കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. പോലീസ് സംഭവസ്ഥലത്ത് എത്തുന്നതല്ലാതെ കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം അക്രമം തുടർന്നാൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അതേ അവസ്ഥ CPMന് കേരളത്തിലും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു. KPCC ട്രഷറർ VA നാരായണൻ, KPCC മെമ്പർ സജീവ് മറോളി, തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MP അരവിന്ദാക്ഷൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുശീൽ ചന്ദ്രോത്ത്, മറ്റു നേതാക്കളായ ജതീന്ദ്രൻ കുന്നോത്ത്, അഡ്വക്കേറ്റ് വീണ, K വിശ്വനാഥൻ എന്നിവരും DCC പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. വടക്കുംഭാഗം പ്രിയദർശിനി ക്ലബിൽ ഇന്നലെ നടത്തിയ അക്രമം അത് CPMന്റെ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ക്രിമിനലുകൾ ചെയ്ത നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക സ്വാഭാവികമാണ്. അതിലൊരുപക്ഷം വിജയിക്കും, ഒരുപക്ഷം തോൽക്കും. പക്ഷേ ഇവിടെ കാലാകാലങ്ങളിലായി CPMന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആ വാർഡ്, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള വിജയിച്ചു എന്നുള്ളത് ഇത്തരം ഒരു സംഭവം ഉണ്ടാകാൻ വേണ്ടി CPMനെ പ്രകോപിപ്പിച്ചു. കാരണം അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ആരെങ്കിലും മറ്റു പാർട്ടികൾ വിജയിച്ചാൽ അവിടെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ള ഒരു ശൈലി CPM സ്വീകരിച്ചുകൊണ്ട് മമ്പറം ടൗണിൽ നടത്തിയ ആക്രമണം നിങ്ങൾക്കുണ്ട്. അവിടുത്തെ വാർഡ് കൗൺസിൽ CPMൽ നിന്നും ആ വാർഡ് കോൺഗ്രസ് പിടിച്ചെടുത്തു. അത് പിടിച്ചെടുക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് CPM അവിടെ ആ ഷോപ്പിൽ കയറി പട്ടാപ്പകൽ 11 മണിക്ക് ആക്രമണം നടത്തി. ഇവിടെയും ഇത് തന്നെയാണ്. ഇവിടെയും CPMന്റെ വാർഡ് സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം ഹാലിളകിയിട്ടുള്ളത്, അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിന് CPMന്റെ നേതൃത്വം തന്നെ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് കരിവള്ളൂരിൽ ഇന്ന് കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ചത് സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കരിവള്ളൂർ ഇന്നലെ രാത്രി 9:30 മണി വരെ അവിടെ കോൺഗ്രസിൻ്റെ രാത്രിയിൽ ക്യാമ്പായിരുന്നു. അപ്പോൾ അവിടെ 9:30 മണി വരെ കോൺഗ്രസ് ഓഫീസിൽ ലൈറ്റ് കാണുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായി. അവരുടെ കോൺഗ്രസിൻ്റെ വർക്ക് കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ എന്താണ് അതിന് പരിഹാരം? ഈ ആഫീസിന് വേണ്ട, അത് അടിച്ചു പൊളിച്ച് കളഞ്ഞാൽ കുഴപ്പമില്ല. രാത്രി 12 മണിക്ക് വന്ന് ആ ആഫീസ് അടിച്ചു പൊളിച്ചു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? എന്താണ് ഉദ്ദേശം? ആശയപരമായ രാഷ്ട്രീയത്തിന് പകരം അക്രമ രാഷ്ട്രീയം നടത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ഒത്താശ നൽകുന്നു എന്നുള്ളതാണ് ഇത് കാണാൻ കഴിയുന്നത്. വേങ്ങാട് പഞ്ചായത്ത്, പിണറായിയിൽ ഉൾപ്പെടെ എല്ലാ പ്രദേശങ്ങളിലും അക്രമം വഹിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു കൃത്യമായ നടപടിയില്ല. ഇവിടെ പോലീസ് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് എന്നെങ്കിൽ ഇതിന് ആക്ഷൻ വേണം. പോയത് കൊണ്ട് നമ്മളെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടോ ഒന്നും കാര്യമില്ല. കൃത്യമായി അവരെ അറസ്റ്റ് ചെയ്യാനും അവർക്ക് ശിക്ഷ കൊടുക്കാനും സാധിക്കുന്നില്ല എങ്കിൽ ഇത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. ഇതൊരു ശരിയായ നടപടിയല്ല. CPM മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത്തരം സമീപനം സ്വീകരിച്ച പശ്ചിമ ബംഗാളും ത്രിപുരയിലും എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഓർക്കുക. അതായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഗുണകാമ്യം എന്നുള്ളതാണ് എനിക്ക്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടിച്ചാൽ, മാതമംഗലം.
പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, നേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0